അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഫോണിൽ ചാർജ് തീരെ കുറവായിരുന്നു, വീഡിയോ എടുക്കാനുള്ള ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് അധിക നേരം ഒന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ആ കോളിൻ്റെ പ്രശ്നം മാറിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക നേരം വർക്കൗട്ട് ചെയ്തില്ല. ഒരു 10 മിനിറ്റ്സ് ഞാൻ ട്രെഡ്മിൽ വോക്കാണ് ചെയ്തത് കേട്ടോ, വേറെ ഒന്നും തന്നെ ചെയ്തില്ല. ആ ഒരു എന്താ പറയുക, കോൾഡായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഹെഡേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കുലുങ്ങിയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിനുശേഷം ഞാനിപ്പം ഏകദേശം ഇപ്പം തന്നെ ഒരു മുക്കാൽ ലിറ്റർ വാട്ടർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇപ്പോൾ 9:15 ഒരു 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് ഒട്ടും വിശപ്പും തോന്നുന്നില്ല. രാവിലെയൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല വിശപ്പാണ് സാധാരണ. പക്ഷേ ഇന്ന് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വിശപ്പ് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും 9:30 ആകുമ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും, ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും ഗ്രീൻ പീസിൻ്റെ കറിയാണ് കഴിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കറിയാണ്. 2 അപ്പമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഏകദേശം 9:30ക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 10:16 ആയിട്ടുണ്ട്. ഞാൻ 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫിനിഷ് ചെയ്ത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 10:16 അല്ല 10:30 ആയെന്ന് തോന്നുന്നു. ഇനി ഒരു 11:30 ഒക്കെ ആകുമ്പോൾ മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കും. പിന്നെ ഇന്ന് ഡേ 2 ആർക്കും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഹെഡേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് ഈ കോൾഡിൻ്റെ ഹെഡേക്കാണ്, അല്ലാതെ ഡയറ്റിൻ്റെ ഹെഡേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു സൈഡിൽ മാത്രം, അതായത് നമുക്ക് കോൾഡൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈഡിൽ മാത്രം പെയിൻ വരില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഹെഡേക്ക് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പിന്നെ അപ്പോൾ അത് എന്തായാലും ഇതിൻ്റെ ഒരു ടയർഡ്നെസ് ഒന്നും അല്ല, കാരണം എനിക്ക് വലിയ ടയർഡ്നെസ് ഒന്നും ഇല്ല, വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു അപ്ഡേഷൻ ഉള്ളത്, നമ്മൾ മാർച്ച് ബാച്ചിലേക്കുള്ള ബിഫിറ്റ് സ്ക്വാഡിലെ മാർച്ച് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിഷൻ നമ്മൾ ഏകദേശം മാർച്ച് 4-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 4-നാണോ? അതായത് എല്ലാ മാസവും ഫസ്റ്റ് മൺഡേ ആണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് 4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ അഡ്മിഷനൊക്കെ ഫിനിഷ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണമല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന ഫ്രൈഡേ, അതായത് 23-ാം തീയതി ഞാനൊരു ലൈവ് Q&A സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂം വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് ഉള്ളവർക്ക് അറിയായിരിക്കും, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. 99 റുപ്പീസാണ് ആ ഒരു പെയ്ഡ് വർക്ക്ഷോപ്പിൻ്റെ ഫീ വരുന്നത്. 1 മണിക്കൂർ നേരം ഞാൻ നിങ്ങളുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും ആ ഒരു 1 അവറിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം ഒരു 20 to 30 ഗേൾസിനെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമല്ലോ, എല്ലാവരുടെ കൺസേൺസിനും ഞാൻ റിപ്ലൈ കൊടുക്കണം, സൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു മാക്സിമം 20 to 30 ക്ലയൻസിനെ മാത്രമേ എനിക്ക് അറ്റ് എ ടൈം നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജെനുവിൻലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, ഇതൊരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്, 99 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതൊരു പെയ്ഡ് വർക്ക്ഷോപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു അപ്ഡേഷൻ പറയാനുള്ളത്. ഇനിയിപ്പം കുറച്ച് വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട്, കുറേ പേർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടാകും, അതൊക്കെ ഫിനിഷ് ചെയ്യണം. അതിനുശേഷം മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാനാകുമ്പോഴേക്കും നമുക്ക് വീണ്ടും കാണാം. ഇപ്പം വെള്ളം ഏകദേശം ഞാൻ 1 ലിറ്റർ ഫിനിഷ് ചെയ്യാനായിട്ടോ. അപ്പോൾ ഇനി വാട്ടർ റീഫിൽ ചെയ്യണം. 10:30 ഒരു 11 ആകുമ്പോൾ തന്നെ ഏകദേശം 1 ലിറ്റർ വാട്ടർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 2 PM ആകുമ്പോഴേക്കും 2 ലിറ്ററും ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 ലിറ്റർ 2.5 ലിറ്റർ ഒക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ 11:20 ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു വിശപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഒട്ടും എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴാണ് വിശപ്പ് വരുന്നത്. ഞാൻ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഇന്ന് ആപ്പിളാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. പിന്നെ തൈര്, ചോറ്, അതേപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ കുറച്ച് 2-3 ഫിഷിൻ്റെ പീസസും ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ്. കേടും ചോറും കഴിക്കാന്നുള്ള എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ്. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഈവനിങ് സ്നാക്ക് ഞാൻ ഏകദേശം ഒരു 3:30 ആകുമ്പോൾ തന്നെ കഴിച്ചു. റോസ്റ്റഡ് ചനയാണ്, ഒരു 50 ഗ്രാംസ് റോസ്റ്റഡ് ചനയാണ് കഴിക്കുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ അതും ഒരുപാട് പ്രൈസിയും ഒന്നുമല്ല. നമുക്ക് ഒരു പാക്കറ്റും മേടിച്ച് വെച്ചാൽ തന്നെ ഒരുപാട് ദിവസം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇന്ന് ഡിന്നർ ഞാൻ ഏകദേശം ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ കഴിച്ചു കേട്ടോ. ബോയിൽഡ് ബനാനയും എഗ്ഗുമാണ് ഞാൻ കഴിച്ചത്. കറക്റ്റ് 6 o'clock തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ഒരു 8
8:16 വിൻഡോ അങ്ങനെ ഒരു പക്കാ വിൻഡോ അല്ല ഫോളോ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ 10:14 ആയി പോകുന്നുണ്ട്. മാക്സിമം എന്തായാലും ഞാൻ 7 മണിക്ക് മുന്നേ ആയിട്ട് എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു 7 മണി ആയപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. ഒട്ടും ഒച്ച എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് അറിയില്ല ഈ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അറിയില്ല. നാളത്തെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ പറ്റണമെന്ന്. ഈവൻ ഞാൻ ഇതിനകത്ത് ക്വിറ്റ് ആയാലും നിങ്ങളെല്ലാവരും കണ്ടിന്യൂ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ മോട്ടിവേഷനും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഇനി Day 3 വ്ളോഗുമായിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കൂ. ബൈ.